നമസ്കാരം. വൃന്ദാവന സുധയിലേക്ക് ഏവർക്കും നമസ്കാരം. വൃന്ദാവന സുധ, വൃന്ദാവനത്തിലെ അമൃത്, ശ്രീകൃഷ്ണനാകുന്ന അമൃത് പാനം ചെയ്യാനുള്ള വഴി എന്നർത്ഥം. അതാണ് ഈ വൃന്ദാവന സുധ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ ഇന്ന് പറയുന്ന ശ്ലോകം ശാന്തം സമ്പൂർണം എന്നും പരമസുഖസുധാരൂപമായി തിളങ്ങും മുക്താഹാരങ്ങളേറ്റം വിലയിതമമല ബ്രഹ്മമാം ആഴി തന്നിൽ കുഞ്ഞോളത്തിനു തുല്യം വിമലമതുതുലോം സത്വമെന്നോതിടുന്നുണ്ട്. ആ മട്ട് അങ്ങ് ഉണ്ട് ഇത് എങ്ങും സകളൻ ഇതി വിളിക്കുന്നു നിന്നീലമൂലം. ശാന്തം സമ്പൂർണം എന്നും പരമസുഖസുധാരൂപമായി തിളങ്ങും മുക്താഹാരങ്ങളേറ്റം വിലയിതമമല ബ്രഹ്മമാമാഴി തന്നിൽ കുഞ്ഞോളത്തിനു തുല്യം വിമലമതുതുലോം സത്വമെന്നോതിടുന്നുണ്ട്. ആ മട്ട് അങ്ങുണ്ട് ഇതെങ്ങും സകളൻ ഇതി വിളിക്കുന്നു നിൻ ലീലമൂലം. മഹാവിഷ്ണുവിനെ പ്രകീർത്തിക്കുന്ന ഒരു ശ്ലോകം. ഇത് നാരായണീയത്തിൽ നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു മഹാനുഭാവൻ പാഞ്ഞാളിൽ എന്താ പറയുക, ഉണ്ണികൃഷ്ണ വാര്യർ പൈങ്കുളത്ത് ഒരു ഉണ്ണികൃഷ്ണ വാര്യർ തർജ്ജമ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ നാരായണ ഭട്ടതിരിയുടെ നാരായണീയം സംസ്കൃതം വളരെ ഉന്നതമായ രീതിയിൽ പഠിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അദ്ദേഹം വളരെ അനുകമ്പയോടുകൂടി വൃത്താനുവൃത്തം തെറ്റില്ല, അതായത് ഒരു പഴുതില്ലാതെ കൊണ്ട് നമ്മൾക്ക് മലയാളത്തിലേക്ക് തന്നിട്ടുണ്ട്. അതിനെയാണ് ഞാനിവിടെ ആവിഷ്കരിക്കുന്നത്. ശാന്തം സമ്പൂർണമെന്നും പരിപൂർണ ശാന്തനായി പരമസുഖസുധാരൂപമായി തിളങ്ങും ഭഗവാന്റെ രൂപത്തിനെ പറയുന്നത്. പരമസുഖസുധാരൂപമായി, സുധ എന്ന് പറഞ്ഞാൽ അമൃത്, മരണമില്ലാത്ത അവസ്ഥ എന്നാ പറയാം. പരമസുഖം പരമാനന്ദ സ്വരൂപനായി തിളങ്ങും മുക്താഹാരങ്ങളേറ്റം വളരെയധികം വിലപിടിപ്പുള്ള മുത്തുമാലകൾ, രത്നമാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് അദ്ദേഹം. വിലയിതം അമല ബ്രഹ്മമാഴി തന്നിൽ, വിലയിതം അനന്തൻ്റെ മേലെ ആണ് കിടക്കണത് മൂപ്പര്. വിലയിതം അമല ബ്രഹ്മമാഴി, മലമില്ലാത്ത ചളിയില്ലാത്ത വെള്ളത്തിലാണ് ബ്രഹ്മം ആയി ആഴി തന്നിൽ. അതായത് വിലയിതം അമല ബ്രഹ്മമാം ആഴി തന്നിൽ, ആ ബ്രഹ്മസ്വരൂപൻ സമുദ്രത്തിൽ കുഞ്ഞോളത്തിനു തുല്യം. കുഞ്ഞോളങ്ങളുണ്ട് സമുദ്രത്തിലല്ലേ? കുഞ്ഞോളത്തിനു തുല്യം വിമലമതുതുലോം സത്വമെന്നോതിടുന്നുണ്ട്. അതായത് ഈ പ്രകൃതിയിലെ രജസ്, തമസ്, സത്വം ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട്. പക്ഷെ ഋഷീശ്വരന്മാർ പണ്ട് മുതലേ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് സത്വമൂർത്തി ആണ് മോക്ഷഹേതു. തമോമൂർത്തിക്കും രജോമൂർത്തിക്കും ബ്രഹ്മാവിനും ശിവനും മോക്ഷത്തെ തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് സത്വമെന്ന് ഓതിയിടുന്നു പറയപ്പെടുന്നു. ആരെ? ഋഷിമാരെ. ഉണ്ട് ആ മട്ട് അങ്ങ് ഉണ്ട് ഇതെങ്ങും സകളൻ ഇതി വിളിക്കുന്നു നിൻ ലീലമൂലം. അങ്ങ് സകാരനാണ് എന്ന് തോന്നുന്നത് അദ്ദേഹം മായയെ ഉപോത്ബലകമായി അവതാരങ്ങൾ എടുക്കണത് ലീലയാ വിനോദമാടുന്നു എന്നാണ് അതിനർത്ഥം പറയാം. അതുകൊണ്ടാണ് സകളൻ. അല്ലെങ്കിലോ അദ്ദേഹം ആരാ? ബ്രഹ്മം ആരാ? നിർഗുണനാണ്.
നിർഗുണം എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തവനല്ല, ഗുണങ്ങൾക്ക് അതീതൻ എന്ന അർത്ഥം പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഋഷിമാർ പറഞ്ഞത് കേട്ടാൽ നമ്മൾക്ക് രക്ഷപ്പെടാം. ഋഷിമാരെന്താ പറഞ്ഞത്? സത്വമൂർത്തിയായിരിക്കുന്ന വിഷ്ണുവിനെ അകമഴിഞ്ഞ് പ്രേമിക്കണം. അപ്പോൾ പ്രേമിക്കുന്ന ഒരാൾക്ക് നമ്മൾ എന്തും കൊടുക്കും. നമ്മളെന്താ ഭഗവാന് കൊടുക്കേണ്ടത്? നമ്മുടെ മനസ്സിന്. എന്താ ആ ഹൃദയഗഹ്വരത്തിൽ വിരാജിക്കുന്ന ആ ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ, ആ ചൈതന്യത്തിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതിനെ മനസ്സിലാക്കിയാൽ മറ്റുള്ളതിനൊക്കെ നമ്മൾക്ക് നിസ്സാരമായി തോന്നും. അതാണ് ഈ ബ്രഹ്മം. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ശാന്തം സമ്പൂർണമെന്നും പരമസുഖസുധാരൂപമായി തിളങ്ങും മുക്താഹാരങ്ങളേറ്റം വിലയിതം അമല ബ്രഹ്മമാം ആഴി തന്നിൽ കുഞ്ഞോളത്തിനു തുല്യം വിമലമധുതുലോം സത്യമെന്നോതിടുന്നുണ്ട് ആ മട്ട അങ്ങ് ഉണ്ട് ഇതെങ്ങും എല്ലാവരും സകല നീതി വിളിക്കുന്നു നിൻലീല മൂലം. ആ സകലനാണോ? അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മനസ്സിലാക്കിയാൽ മനസ്സിലെ ശാന്തിയും സമാധാനവും വിട്ടുപോവില്ല എന്ന് ഈശ്വരനാമത്തിൽ പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.